നിങ്ങൾക്കറിയാമോ, അമേരിക്കയിലെ സ്പേസ് എക്സ്, ബ്ലൂ ഒറിജിൻ പോലുള്ള സ്വകാര്യ സ്പേസ് കമ്പനികൾ വൻ വിജയം നേടുമ്പോൾ ഇന്ത്യയിൽ എന്തുകൊണ്ട് ഒരു സ്വകാര്യ സ്പേസ് കമ്പനിയില്ല? നമുക്കൊന്ന് നോക്കാം. ഇന്ത്യയിൽ മുമ്പ് സ്പേസ് മേഖല മുഴുവൻ സർക്കാർ നിയന്ത്രണത്തിലായിരുന്നു. ഇസ്രോ തന്നെയാണ് റോക്കറ്റ് നിർമ്മാണവും ലോഞ്ചും എല്ലാം തന്നെ ചെയ്തിരുന്നത്. എന്നാൽ ഇപ്പോൾ ഏറെക്കുറെ സ്ഥിതിഗതികൾ മാറി. 2020 മുതൽ ഇന്ത്യ സ്വകാര്യ കമ്പനികൾക്ക് സ്പേസ് മേഖല തുറന്നുകൊടുത്തു. സ്കൈറൂട്ട് എയ്റോസ്പേസ്, അഗ്നികുൾ കോസ്മോസ് പോലുള്ള ഇന്ത്യൻ സ്റ്റാർട്ടപ്പുകൾ സ്വന്തം റോക്കറ്റ് പരീക്ഷണം ആരംഭിച്ചു കഴിഞ്ഞു. എന്നാൽ അമേരിക്കയെപ്പോലെ വലിയ നിക്ഷേപം, സ്വകാര്യ ഫണ്ടിംഗ്, റിസ്ക് എടുക്കുന്ന ഇൻവെസ്റ്റർമാർ ഇതൊക്കെ ഇന്ത്യയിൽ ഇന്നും കുറവാണ്. ഇന്ത്യയിലെ അംബാനിയും അദാനിയുമൊക്കെ ഇതുപോലുള്ള സ്പേസ് സ്റ്റാർട്ടപ്പിൽ നിക്ഷേപിക്കാൻ ഭയക്കുന്നു. ഒന്നാമത്തെ കാരണം അധിക ചിലവ്. 100 കോടി മുതൽ 1000 കോടി വരെ ഇതിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യണം. പെട്ടെന്ന് ലാഭം കിട്ടുന്ന ബിസിനസ് അല്ല ഇത്. വർഷങ്ങളോളം കാത്തിരിക്കണം. മറ്റൊരു കാരണം പരാജയ സാധ്യത. ഒരു ലോഞ്ച് പരാജയപ്പെട്ടാൽ വലിയ സാമ്പത്തിക നഷ്ടമുണ്ടാകും. ഇത് ഇൻവെസ്റ്റേഴ്സിന് റിസ്ക് ആയി തോന്നാം. ഇന്ത്യയിലെ ഇൻവെസ്റ്റർമാർ IT, ഫിൻടെക്, കൊമേഴ്സ് മേഖലയിലാണ് കൂടുതൽ ഇൻവെസ്റ്റുകൾ ചെയ്യുന്നത്. കാരണം വേഗത്തിൽ ലാഭം കിട്ടുന്ന മേഖലയാണിത്. എന്നാൽ എലോൺ മസ്ക്, ജെഫ് ബെസോസ് പോലുള്ള സമ്പന്നർ കാത്തിരിക്കാൻ തയ്യാറാണ്. അവരുടെ ഇൻവെസ്റ്റ്മെന്റുകൾ പെട്ടെന്നുള്ള ലാഭത്തേക്കാൾ കാത്തിരുന്ന് കിട്ടുന്ന അതിലാഭത്തിലേക്കാണ് എയിം ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അവരെ ലോകത്തിലെ ഏറ്റവും ധനികരാക്കുന്നു.